ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്ന വിശ്വാസികൾ അതിൻ്റെ കൂടെ പലപ്പോഴും എന്തെങ്കിലും വഴിപാട് കഴിക്കുന്ന പതിവുമുണ്ട്. അത് പായസമാകാം, നിവേദ്യച്ചോറാകാം, അടയാകാം, അപ്പമാകാം, എന്തുമാകാം. നമ്മളെന്തെങ്കിലും പ്രാർത്ഥിച്ച് അതിന് ഫലം കിട്ടിയാൽ അതിനുള്ള ഒരു നന്ദി സൂചകമായി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹപ്രകാരം നമ്മളത് ഭഗവാന് സമർപ്പിക്കുകയാണ്. ഇതാണ് ഭാവന. പൂജാരി അത് തിടപ്പള്ളിയിൽ വെച്ചുണ്ടാക്കി ശ്രീകോവിലിൽ കൊണ്ടുപോയി അത് ഭഗവാന് സമർപ്പിക്കുന്നു എന്നാണ് ചിന്ത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ ഭാവന പോകുന്നത്. ഭഗവാന് പൂജ ചെയ്ത് സമർപ്പിച്ച ശേഷം ആ പദാർത്ഥം പുറത്തേക്ക് കൊണ്ടുവന്ന് അതാരാണ് വഴിപാട് കഴിച്ചത് അദ്ദേഹത്തിന് അത് നൽകുകയും അദ്ദേഹം ആ വഴിപാട് ഭക്ഷണ പദാർത്ഥം വീട്ടിൽ കൊണ്ടുപോയി കുടുംബാംഗങ്ങളും ചിലപ്പോൾ അയൽപ്പക്കക്കാരുമായൊക്കെ പങ്കുവെച്ച് കഴിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ അദ്ദേഹം അമ്പലത്തിൽ വെച്ച് തന്നെ അവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് പ്രസാദത്തിലെ ഒരംശം കൊടുക്കുന്നു. ഏതായാലും അയാൾ ഒറ്റയ്ക്കല്ല ഭുജിക്കുന്നത്, അങ്ങനെ ഒറ്റയ്ക്ക് ഭുജിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഈശ്വരനെ സമർപ്പിച്ച് ശേഷമുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കണം. അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങളെല്ലാം ഉണ്ടാവുകയാണെങ്കിൽ അത് സഹജീവികൾക്ക് കൂടി പങ്കുവെക്കണം എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. തനിക്ക് വേണ്ടി മാത്രം പാകം ചെയ്യുന്നവൻ സത്യത്തിൽ പാകം ചെയ്ത് ഭുജിക്കുന്നത് പാപമാണ് എന്ന് പറയുന്നുണ്ട്. ഗീത 3-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം അതാണ് സൂചിപ്പിക്കുന്നത്. തനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ അതെന്തായാലും മറ്റുള്ളവരുമായി പങ്കുവെച്ച് അതിനുശേഷം കഴിക്കുന്നവൻ എല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്തനായി പോകുന്നു എന്നും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ യജ്ഞത്തിൻ്റെ മാഹാത്മ്യം പറയുന്നു. യജ്ഞത്തിന് ശേഷം കിട്ടിയ പദാർത്ഥം മാത്രമേ നാം ഭുജിക്കാവൂ എന്നെല്ലാം പറയുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് ഗ്രന്ഥത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായി മാറാറുണ്ട്. അതിനെ പ്രയോഗപദത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ എന്താണോ ആ വരികളെ കൊണ്ട്, ആ ശ്ലോകങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചത് അതിൻ്റെ യഥാർത്ഥ ഫലം കിട്ടുകയുള്ളൂ. ഗീതയിൽ തന്നെ മറ്റൊരു ശ്ലോകമുണ്ട്. ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവാൻ ദാസ്യന്തേ യജ്ഞഭാവിതൈ തൈർദത്താൻ അപ്രദായൈഭ്യ യോഭുങ്ക്തേ സ്ഥേന ഏവച. സഹജീവികൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്നവർ അതുവഴി കിട്ടുന്ന സമ്പാദ്യം, അതുപോലെ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. അങ്ങനെ പങ്കുവയ്ക്കാത്തവൻ, തനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ മുഴുവൻ സ്വയം അനുഭവിക്കുന്നവൻ സത്യത്തിൽ ഏറ്റവും വലിയ ചോരനാണ്. സ്ഥേനൻ എന്ന് പറഞ്ഞാൽ ചോരൻ, ഏറ്റവും വലിയ കള്ളനാണ് എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് യജ്ഞം എന്ന പദത്തിൻ്റെ മാഹാത്മ്യമാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥരഹിതമായ കർമ്മം എന്ന് തന്നെയാണ് അർത്ഥം. അതുപോലെ ദേവന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ദേവൻ എന്ന പദത്തിന് വേദങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഒരർത്ഥം സഹജീവികൾ എന്നാണ്. പരിപൂർണത വന്ന മനുഷ്യനെ ദൈവം എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വ്യാഖ്യാനം വേദങ്ങളിലുണ്ട്. ദേവൻ എന്ന പദം ഇവിടെ സൂചിപ്പിക്കുന്നത് സഹജീവികൾ എന്നാണ്. അങ്ങനെ പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് മനുഷ്യകുലം മുന്നോട്ട് പോകേണ്ടത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഭഗവത്ഗീത നമ്മോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം.